അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. അൻ സൗബാന റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസ്കുനിൽ ഖുഫൂറ ഫഇന്ന സാകിനൽ ഖുഫൂരി കസാക്കിനിൽ ഖുബൂരി. റവാഹുൽ ബുഖാരി അൽ അദബുൽ മുഫ്രദ്. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, വീടിന് സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നത്. ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസ്കുനിൽ കുഫൂറ, നീ കുഫൂറിൽ താമസിക്കരുത്. കുഫൂറിൽ താമസിക്കരുത്. കുഫൂർ എന്നാൽ ജനതാമസം കൂടുതൽ ഇല്ലാത്ത ഉൾഗ്രാമങ്ങൾ, മലമ്പ്രദേശങ്ങൾ, മലഞ്ചെരുവുകൾ, അത്തരം ജനവാസം ഇല്ലാത്ത ഏരിയയിൽ നീ താമസിക്കരുത്. താമസ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ജനവാസമുള്ള അങ്ങാടിക്കടുത്തുള്ള നല്ല സ്ഥലങ്ങൾ നോക്കി തിരഞ്ഞെടുക്കണം. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, നിത്യജീവിതത്തിന് വേണ്ടുന്ന സാധനങ്ങൾ, അതൊക്കെ വളരെ പെട്ടെന്ന് ചെന്ന് വാങ്ങാനും ഉള്ള സൗകര്യമുള്ള സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കണം. അല്ലാതെ ആൾക്കാർ താമസമില്ലാത്ത മലഞ്ചെരുവിലും ഉൾഗ്രാമങ്ങളിലും ചെന്നുകൊണ്ട് നിങ്ങൾ വീടുണ്ടാക്കരുത്. വീടിന് സ്ഥലം വാങ്ങരുത്. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലം മാത്രം നോക്കിയാൽ പോരാ, അവിടെയുള്ള അയൽവാസികൾ നല്ലവരാണോ, അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പറ്റുന്നവരാണോ, സ്വാലിഹീങ്ങളാണോ എന്നൊക്കെ ശ്രദ്ധിക്കാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്ന സാകിനൽ കുഫൂരി കസാകിനിൽ ഖുബൂരി. അത്തരം ഗ്രാമങ്ങളിൽ താമസിക്കുന്നവര് അവര് ഖബറിൽ താമസിക്കുന്നവരെ പോലെയാണ്. ഖബറിൽ ദുർമാർഗികളാണെങ്കിൽ അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ലല്ലോ. അതുപോലെ ഖബറിൽ താമസിക്കുന്നവരെ ആൾക്കാരെ പോലെയായിരിക്കും അവരുടെ ജീവിതം. ആരാരും സഹായിക്കാനില്ലാതെ, ഒരു സാധനവും കിട്ടാതെ, വളരെ നരകിച്ച് കഷ്ടപ്പെട്ട് അവര് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് അങ്ങാടിയിലേക്കൊക്കെ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഈ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടിന് സ്ഥലമെടുക്കുമ്പോൾ ഈ മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും, അല്ലാതെ ഇതിന് വിപരീതമായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖബറുകളിൽ താമസിക്കുന്നവരെ പോലെയാണ് എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വിശദീകരിക്കുമ്പോൾ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ ഒക്കെ നമുക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, റാഹത്ത് ഉണ്ടാകും. അല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് എപ്പോഴും ടെൻഷനും വിഷമവുമായി നമ്മൾ ജീവിക്കേണ്ടി വരുമെന്നും കൂടിയും ഓർമ്മപ്പെടുത്തുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ ആശിക്കായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.